ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള മീൻ കറിയാണ്, തൃശ്ശൂർക്കാരുടെ ചാളക്കറി. അപ്പോൾ വെൽക്കം ടു ട്രയസ് കോൾ. അതിന് വേണ്ട ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മാങ്ങ, ഉപ്പ്, സവാള, നാളികേരം അരച്ചത്. ഞാൻ നാളികേരം മുഴുവനോട് കൂടി അരച്ചതാണ് എടുക്കണേ, എളുപ്പപ്പണി ആയതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് അങ്ങനെയൊക്കെ മാറ്റി വെക്കേണ്ടതാണ്. പിന്നെ മൺചട്ടി സ്റ്റവിൽ വെച്ച് അത് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ മൺചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി നന്നായി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് സവോളയും പച്ചമുളകും നമുക്കിടാം. അത് നന്നായി ഒരു ചെറുതായിട്ട് ഒന്ന് വഴഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പൊടികൾ നമുക്ക് ഇടാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേപ്പില ഇടാം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി വഴറ്റാം. നന്നായി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഏകദേശം ഈ ഒരു പരിവായാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ചിലവര് നാളികേരം അരയ്ക്കുന്നതിൻ്റെ ഒപ്പം ഈ പൊടികളൊക്കെ ഇട്ട് അരയ്ക്കാറുണ്ട്. പക്ഷെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് ചെയ്യണത്. സോ അതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇത് 1 ടീസ്പൂണാണ്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. മുളക് പൊടി ഇത് കാശ്മീരി ആണെങ്കിൽ എടുക്കാം, ഇതിപ്പോ നോർമൽ മുളക് പൊടി ഞാൻ എടുത്തേക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ. എരിവനുസരിച്ച് അത് കൂട്ടേണ്ടവർക്ക് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. ഇതിന്റെ ഇപ്പൊ പച്ചമണം മാറിയിട്ടുണ്ട് ആ പൊടികളുടെയൊക്കെയും. ഇപ്പൊ ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച നാളികേരപ്പാല് ഒഴിക്കാം. നാളികേരത്തിന്റെ അരപ്പ്. ഈ അരപ്പിലേക്ക് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കാം. ഇത് എന്റെ എളുപ്പപ്പണിയാണ്. പലരും പല രീതിയിലാണ് വെക്കുക. ഇത് ഞാൻ എന്റെ എളുപ്പപ്പണിയിലുള്ള ഒരു മീൻ കൂട്ടാനാണ് ഞാൻ പറയണത് കേട്ടോ. പലർക്കും ഇതിൽ അഭിപ്രായം ഉണ്ടാവും, ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ വെക്കേണ്ടതെന്ന്. പക്ഷെ എന്റെ മീൻകറി ഇതാണ്. ഇത് ഇനി നമ്മള് തിള വരണത് വരെ വെയിറ്റ് ചെയ്യണം. തിള വന്നതിന് ശേഷം മീനിടാം. ഈ ഒരു തിളയ്ക്കാനുള്ള ഒരു സമയത്താണ് ഞാൻ ഉപ്പിടാം. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കുന്ന രീതിയിലിടും. ഇതിപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിടാം. മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടി തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം
മാങ്ങ അതിന് മുൻപ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ നന്നായിട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ മീൻ ആദ്യം ഇടണം. അതിന് വെന്തതിന് ശേഷം നമ്മൾ മാങ്ങ ഇടുന്നതായിരിക്കും. മീൻ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ കയ്യിലോട്ട് ഇളക്കൽ കുറയ്ക്കണം. നമ്മൾ ഇങ്ങനെ വേണം ഇളക്കാൻ. ഇതിപ്പോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാങ്ങ ഇടാം. എണ്ണ ചൂടായതിനു ശേഷം അതിൽ ചെറുള്ളി നമുക്ക് ചേർക്കാം. വേപ്പില, ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് നീരിലേക്ക് വയ്ക്കാം. തൃശ്ശൂർ സ്റ്റൈൽ ഫിഷ് മാംഗോ കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.